ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വരമംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമ്മൾ ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ ആ ശ്രീനാരദ മഹർഷിയുടെ മനോഹരമായിട്ടുള്ള ജീവിത കഥയാണ് കേട്ടത്. പൂർവ്വജന്മത്തിൽ ആരായിരുന്നു എന്നും ഈശ്വരഭജനം കൊണ്ട് എന്താണ് നേടിയതെന്നുമായിട്ടുള്ള കഥകളാണ്. അപ്പോൾ ആ ഈശ്വര കഥകൾ കേൾക്കണേൻ്റെയും അത് കീർത്തിക്കണേൻ്റെയൊക്കെ മഹത്വം അവിടെ പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു കഥകളിൻ്റെ ബാക്കി ഇനി ഇതാ ആ വേദവ്യാസ മഹർഷിയുടെ അടുത്ത് കഥകളൊക്കെ പറഞ്ഞിട്ട് ശ്രീനാരദ മഹർഷി തിരിച്ചു പോയി ആ സൂതൻ ആ ദേവർഷിയുടെ ആ മഹത്വത്തിനെ പറ്റിയിട്ട് ഇതാ വാഴ്ത്തി പറയണു. ഇനി അടുത്ത ഭാഗം പ്രഥമസ്കന്ധം 7ാം അധ്യായമാണ്. അത് നമുക്ക് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ജ്ഞാനസ്വരൂപിണി സരസ്വതി സുസ്മിതേ ഞാൻ വന്ദിച്ചിടുന്നു തവ പാദതലത്തിൽ നിത്യം എന്നും മുകുന്ദ ചരിതാമൃതമുച്ചരിപ്പാൻ എന്നാവിലെപ്പോഴും അധീശ്വരി വാണിരേണം. ശ്രീഹരയേ നമ. ശൗനക ഉവാച നിർഗതേ നാരദേ സൂത ഭഗവൻ ബാദരായണ ശ്രുതവാം സദഭിപ്രേതം തദക്കിം അകരോദ്വിഭോ. സൂത ഉവാച ബ്രഹ്മനദ്യം സരസ്വത്യാമാശ്രമ പശ്ചിമേ തടേ ശമ്യപ്രാസ ഇതി പ്രോക്ത ഋഷീണം സത്രവർദ്ധന. തസ്മിൻ ആശ്രമേ വ്യാസോ ബദരീഷണ്ഡമണ്ഡിതേ ഉപസ്പൃശ്യ പ്രണിദധ്യോ മനസ്വയം ഭക്തിയോഗേന മനസി സമ്യക് പ്രണിഹിതേ മലേ അപശ്യത് പുരുഷം പൂർവം മായാം ച തദുപാശ്രയം. യയാ സമ്മോഹിതോ ജീവ ആത്മാനാം ത്രിഗുണാത്മകം പരോമി മനുദേനർത്ഥം തത്കൃതം ചാഭിപത്യതേ. അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗമദോക്ഷജേ ലോകസ്യാജനതോ വിദ്വാം ചക്രേ സ്വാത്വതസംഹിതം. യസ്യാം വൈ ശ്രൂയമാണായം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുൽപത്യതേ പുംസ ശ്ലോകമോഹഭയാപഹ. എന്താ അങ്ങനെ വായിച്ചേ അല്ലേ? എന്താ അക്കിത്തം ഭാഗവതം വായിക്കാത്തതെന്നാണോ സംശയിക്കുന്നത്? ഇന്നലെ കുറച്ച് ശ്ലോകങ്ങൾ ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയിട്ട് ഒരുമിച്ച് വായിച്ചുല്ലോ. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കുറേ ഒരുമിച്ച് വായിക്കുമ്പോൾ കേൾക്കാൻ നല്ല സുഖമുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് ഒരുമിച്ച് ആ 7 ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിച്ചിട്ട് ആ 7 ശ്ലോകങ്ങൾ ഇതിലൊരുമിച്ച് വായിക്കുക, എന്നിട്ട് കഥ പറയാം. 7 ശ്ലോകങ്ങളല്ല, കുറച്ച് ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിച്ചിട്ട് ഇപ്പം നമ്മൾ 7ആണ് വായിച്ച് നിർത്തിയത്. അപ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ അതൊക്കെ തോന്നിക്കത് ആ എല്ലാം തോന്നിവാസവും ഈശ്വരൻ്റെ തോന്നിയ പോലെ തോന്നിയെടുത്ത് വസിക്കുന്നതും വേണ്ടത് തോന്നിയതൊക്കെ തോന്നിപ്പിക്കുന്നതൊക്കെ ആ ഭഗവാനല്ലേ. അപ്പോൾ ഭഗവാന്റെ ഇച്ഛ തന്നെ ഇതും.
അപ്പോൾ ഇവിടെ പ്രഥമസ്കന്ധം 7-ാം അധ്യായം അഖിത ഭാഗവതത്തിലെ പരീക്ഷിത് ഉൽപ്പത്തിയുടെ ഉപോദ്ഘാതം എന്നാണ് ഒരു പേര് കൊടുത്തിരിക്കുന്നത് അതിന്. അപ്പോൾ അതിൽ ഇപ്പോൾ ശൗനകനും സൂതനും തമ്മിലാണ് പറയണത്. അപ്പോൾ ശൗനകനോട് സൂതൻ പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ വേദവ്യാസൻ്റെ അടുത്ത് നിന്ന് നാരദ മഹർഷി പോയി. അപ്പോൾ ആ നാരദ മഹർഷിയുടെ മഹത്വമൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ ശൗനകൻ ചോദിക്കുകയാണ്, നാരദോക്തി ചെവിക്കൊണ്ട ഭഗവാൻ ബാദരായണൻ അദ്ദേഹം നിർഗമിച്ചപ്പോൾ എന്തു ചെയ്തു സുചിന്തിതം? സൂതൻ പറഞ്ഞു, സരസ്വതി ബ്രഹ്മനദീ തടത്തിൽ പശ്ചിമാശയിൽ ശാമ്യാപ്രാസാശ്രമം നിൽപ്പു. ഋഷി സത്ര പ്രസിദ്ധമായി ബദരീ വൃക്ഷാഭിരാമ ആശ്രമാസീനൻ നദീജലം ആചമിച്ചേകാഗ്രമാക്കി സ്വയം വ്യാസൻ മനസ്സിനെ ഭക്തിയോഗത്താൽ അമലം നിശ്ചലം ചിത്തവേദിയിൽ വിളങ്ങി പൂർണ്ണപുരുഷൻ തതുപാസിതമായയും സ്വതവേ പരമാത്മാവാം ജീവൻ ത്രിഗുണാമോഹിതൻ അന്താളിച്ചാപതിക്കുന്നേന അനർത്ഥത്തിൽ പതേ പതേ ആസക്തി മാത്രം അനർത്ഥോപശമം പരം മൂഢലോകർക്കായി വിദ്വാൻ തീർത്തു സാത്വത സംഹിത. അതു കേട്ടും കൊണ്ടിരുന്നാൽ വിരാട് പുരുഷ കൃഷ്ണനിൽ ലോകർക്കുണ്ടാകുന്ന ഭക്തി ശോകമോഹഭയാവഹം. അപ്പോൾ ആ ഒരു 7 ശ്ലോകങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ പാരായണം ചെയ്തത്. അതിലെ ഓരോ ശ്ലോകത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ശൗനകൻ ചോദിക്കണോ എന്താണ് നാരദ മഹർഷി വന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ എന്താണ് അതിന് ശേഷം എന്താണ് വേദവ്യാസർ ചെയ്തത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ സൂതൻ പറഞ്ഞു, അതിനുശേഷം സരസ്വതി നദിയിൽ പടിഞ്ഞാറെ കരയിൽ വേണ്ടിയിട്ട് അവിടെ നിരന്തരമായിട്ട് ഓരോ യജ്ഞാതി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്യാമപ്രാസം എന്ന് പേരായിട്ടുള്ള ഋഷികളുടെ ഒരു ആശ്രമമുണ്ട്. അപ്പോൾ ആ ബദരി മരങ്ങൾ ധാരാളം നിറഞ്ഞു നിൽക്കുന്ന ആ ആശ്രമത്തിലെ വേദവ്യാസൻ എന്ത് ചെയ്തു, അവിടെ ചെന്നിട്ട് ശരീരശുദ്ധിയൊക്കെ വളർത്തിയിട്ട് മനസ്സിനൊക്കെ അടക്കിയിട്ട് ധ്യാനത്തിലിരിക്കുകയാണ്. അപ്പോൾ ആ സമാധി കൊണ്ട് ആ ഭഗവാന്റെ സമാധി എന്ന് വെച്ചാൽ ഈശ്വര കഥകൾ എഴുതണം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈശ്വരൻ്റെ ലീലകളെ പറ്റിയിട്ട് തന്നെ സ്മരിക്കുക, അതാണ് സമാധി. എല്ലാ ചിന്തകളെയും വിട്ടിട്ട് പൂർണ്ണമായിട്ട് ചിന്തകളെ ഭഗവാനിലേക്ക് ആക്കിയിട്ട് ആ ഭഗവാന്റെ ഓരോരോ ലീലകളെ പറ്റിയിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങി, അതിനെപ്പറ്റി മാത്രം സ്മരിക്കാൻ തുടങ്ങി. അതാണ് അങ്ങനെ പറയുന്നത്, ചലിപ്പിക്കാണ്ട് ആ ഈശ്വര സ്മൃതിയിൽ മാത്രം ആ മനസ്സിനെ നിർത്തി. അങ്ങനെ ഭക്തിയോഗം കൊണ്ട് നമ്മുടെ കാമക്രോധാദി ദോഷങ്ങളെല്ലാം നീങ്ങി ഇളക്കമില്ലാണ്ട് ചിത്തം നിലയ്ക്കുമ്പോൾ അവിടെ ആ ഭഗവാൻ ആ ചിത്രത്തിനുള്ളിൽ നമ്മുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ആ പരംപുരുഷനായിട്ടുള്ള ഇരിക്കുന്ന ആ ഭഗവാനെയും അതിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന മായയെയും അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. മനസ്സ് പരിശുദ്ധമായപ്പോൾ ഭക്തിയോട് കൂടിയിട്ട് ആ ഭഗവാനെ സ്മരിച്ചപ്പോൾ ഉള്ളിൽ ആ ഭഗവാന്റെ രൂപം തെളിഞ്ഞു വന്നു. അങ്ങനെ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളോട് കൂടിയിട്ട് ഇരിക്കുന്ന ജീവൻ ആ പരമാത്മാവ് തന്നെയാണെന്നെങ്കിലും ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന മായ കൊണ്ട് ആ മായ ഒരു ആവരണം ഇട്ടിരിക്കുകയാണ്, ഒരു മായായവനിക എന്ന് വെച്ചാൽ ഇങ്ങനെ ആ മായയാകുന്ന ഒരു തിരശ്ശീല ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ മറച്ചപ്പെട്ടിട്ട് ഉള്ളത് കൊണ്ട് ആ ജീവനെ തൻ്റെ സ്വന്തം രൂപത്തെ അറിയാൻ സാധിക്കാണ്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ആ സ്വന്തം രൂപത്തെ പ്രാപിക്കുകയാണ് വേണ്ടത്. ആ ജീവനെ എവിടെ നിന്നാണോ അത് വന്നത് അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അതിൻ്റെ ഉള്ളിലുണ്ട്, ആ ഒരു ഭാവമുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ സുഖം തേടുന്നത്, കാരണം ആനന്ദത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ ആനന്ദത്തിനെയാണ് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്ത സുഖാവും എന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ചെയ്തു നോക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട്
പലതും ചെയ്യണു. ആ ചെയ്യുന്നതെങ്ങനെ ഞാൻ കർത്താവ്, ഞാൻ ഭോക്താവ്, ഗുണദോഷങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നു എന്നിങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് ആ അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, ഓരോ ജീവൻ്റെ അവസ്ഥകൾ, അത് ധ്യാനത്തിലിരുന്നു കൊണ്ട് അതെല്ലാം ആ ഋഷീശ്വരന്മാർക്ക് ആ ധ്യാനത്തിലിരുന്നു കൊണ്ട്, സമാധി ഭാവത്തിലിരുന്നു കൊണ്ട് അതെല്ലാം അദ്ദേഹം ഒരു തിരശ്ശീലയിൽ, നമ്മളൊരു സിനിമയിൽ കാണുന്ന പോലെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾക്ക് അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ എന്താണ്? ഈ ലൗകിക സുഖമാണ് അതാണ് സത്യം. അതുകൊണ്ട് സുഖം ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ പിന്നാലെ പോകുന്ന അറിവില്ലായ്മ, അജ്ഞാനമാണ്. ആ അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കണമെങ്കിൽ ഭക്തിയോഗം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആ ഭക്തിയുടെ ആ പ്രഭാവവും ഭക്തിയുടെ മഹത്വവും അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിൽ അനുഭവിച്ച് അറിയുകയാണ്. ഹൃദയകമലത്തിൽ അതൊക്കെ കണ്ടറിയണമെന്ന് പറയാം വേദവ്യാസര്. അങ്ങനെ ആ ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന അദ്ദേഹം തന്നെ അറിയാതെ സംസാരത്തിൽ ഇതൊന്നും അറിയാണ്ട് വലയുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാഗവതത്തെ നിർമ്മിച്ചു എന്ന് പറയണു. ഭാഗവതം അനർത്ഥത്തെ നശിപ്പിക്കുന്നത് എങ്ങനെയാ? ആ ഭാഗവതം എന്ന് പേരായിട്ടുള്ള ആ സംഹിത കേൾക്കുന്ന സമയത്ത് ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക ചെയ്യുക. അപ്പം അങ്ങനെ ആ താപത്രയങ്ങൾ, ആധ്യാത്മികം, അതിദൈവികം, അതിഭൗതികം എന്നൊക്കെയുള്ളതുണ്ടല്ലോ, അങ്ങനെയുള്ള ആ താപത്രയങ്ങളൊക്കെ ഇല്ലാണ്ടാവുക ചെയ്യേണ്ടത്. അപ്പോൾ ഈ ദേഹമാണ് ഞാൻ എന്നുള്ള അറിവില്ലായ്മ നീങ്ങിയിട്ട് ഈ ദേഹം ഞാനല്ല, എൻ്റെ ഞാനും ഈ ജീവനും ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്. എൻ്റെ ഉള്ളിൽ എല്ലാത്തിനും സാക്ഷിയായിട്ടും എല്ലാത്തിനെയും പ്രവർത്തിച്ചുകൊണ്ടും എല്ലാത്തിൻ്റെ ഉള്ളിൽ എൻ്റെ അകത്തും എൻ്റെ പുറത്തും ഒക്കെ എപ്പോഴും നിറഞ്ഞിരിക്കുന്നത് ആ പരമാത്മാവ് തന്നെയാണ് എന്നുള്ള ആ സത്യത്തെ ബോധിക്കലാണ്. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സത്യത്തെ ബോധിക്കുക എന്ന് വെച്ചാൽ ഈ കഥകൾ കേൾക്കുമ്പോൾ അതിനുള്ള ഔഷധമാണ് പരമമായ ഭക്തി, പ്രേമഭക്തി. അതാണ്. അപ്പോൾ ആ ഭക്തി വർദ്ധിക്കും തോറും നമ്മുടെ അജ്ഞാനം ഇല്ലാണ്ടായി വരുന്നു. ഭക്തി വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? ശ്രവണം ചെയ്യുന്തോറും ആ ഭക്തി വർദ്ധിക്കണു. അങ്ങനെ ഭക്തി വർദ്ധിക്കും തോറും നമ്മൾ കേട്ടുകൊണ്ടേ കേൾക്കാൻ കൊതി കൂടണു. അതുപോലെ തന്നെ ഭഗവാനെ പറ്റി കീർത്തിക്കാനും നാമം ചെല്ലാനൊക്കെ നമുക്ക് ഇച്ഛ കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് കർമ്മവാസനകളൊക്കെ നീങ്ങിത്തുടങ്ങിയെന്നാണ് അതിൻ്റെ ലക്ഷണം. അതാണ്. അപ്പം അങ്ങനെയാണ് അങ്ങനെയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതം. അപ്പം നമുക്കെല്ലാവർക്കും കലികാലത്ത് കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ വേദവ്യാസ രൂപത്തിൽ വന്നിട്ട് ഭാഗവതം നമുക്കായിട്ട് തന്നതാണെന്ന് പറയാം. സംഹിതം ഭഗവതി കൃത്വാനുക്രമ്യജാത്മജം ശുഗമധ്യാപയാമാസ നിവർത്തിനിരതം മുനി. ക്രമീകരിച്ച ഭഗവത് കഥാസംഹിതമാമുനി നിവർത്തിനിഷ്ഠൻ ശുഗനെ പഠിപ്പിച്ചു സ്വപുത്രനെ. അങ്ങനെ മനോഹരമായിട്ടുള്ള ആ ഭാഗവതത്തെ എല്ലാം വിട്ടിട്ട് ബ്രഹ്മമായിട്ട് തന്നെ തീർന്ന ശ്രീശുഖ ബ്രഹ്മർഷി തന്നെയാണ് ഇതിനുത്തമം എന്ന് കരുതിയിട്ട് ആ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് വേണ്ടിയിട്ട് ആ ഭാഗവതത്തെ പറഞ്ഞു കൊടുത്തു എന്ന് പറയാം. ശൗനക ഉവാച സവൈ നിവർത്തി നിരത സർവത്രോപേക്ഷകോ മുനി കസ്യവാ ബൃഹദിന്മേധ ആത്മാരാമാ സമഭ്യസത്. ഓരോരോ ശ്ലോകങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് ആ ഒരു ശ്ലോകം വായിച്ച് പറയാണ് കേട്ടോ. ബാക്കിയുള്ളത് വരുമ്പോൾ ഒരുമിച്ച് വായിക്കാം. അപ്പോൾ ചോദിക്കുന്നു, ആ ഒരു ഇതിൽ അത് പറയാം. അപ്പോൾ പഠിപ്പിച്ചു. ആരെ പഠിപ്പിച്ചത്? ശ്രീശുഖ ബ്രഹ്മർഷി പഠിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ശൗനകൻ ചോദിക്കുകയാണ്. ശൗനകൻ പറഞ്ഞു, ആത്മാരാമൻ നിവർത്തൻ സന്യാസിയാം ശുഗമാമുനി എന്തിനാണി പിതൃ നിർമ്മിത സംഹിത. അച്ഛൻ എഴുതിയുണ്ടാക്കിയ, കാരണം അദ്ദേഹം ആത്മാരാമനാണ്, എപ്പോഴും ബ്രഹ്മമായി തന്നെ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഒന്നും ആവേണ്ടതില്ല, അദ്ദേഹം ബ്രഹ്മമായി തീർന്നു. അങ്ങനെയുള്ള അദ്ദേഹം
എന്തിനു വേണ്ടിയിട്ടാണ് ആ ശ്രീ ശുകബ്രഹ്മർഷി ഈ ഒരു ഭാഗവത സംഹിത പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുക. സൂത ഉവാച ആത്മാരാമശ്ച മുനയോർനിർഗന്ധാപ്യുരുക്രമേ കുർവന്ത്യഹൈതുകിം ഭക്തിം ഇത്തം ഭൂതഗുണോ ഹരേർഗുണാക്ഷിപ്തമതിർ ഭഗവാൻ ബാദരായണി അദ്യഗാൻ മഹദാഖ്യാനം നിത്യം വിഷ്ണുജനപ്രിയ പരീക്ഷിതോർത്ഥരാജർഷേർജന്മകർമ്മ വിലായനം സംസ്ഥാം ച പാണ്ഡുപുത്രാണാം വൃഷ്ണേ കൃഷ്ണകഥോദയം യഥാമൃതേ കൗരവസഞ്ജയാനം വീരേഷധോ വീരഗതിം ഗതേഷു ഭൃഗോദരാവഗ്ധഗദാദിഭിർമശാഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ ഭർതൃപ്രിയം രൗണിജി സ്മ പശ്യൻ കൃഷ്ണാസുതാനം സ്വപതം ശിരാംസി ഉപാഹരദ് വിപ്രിയമേവ തസ്യ ജുഗുൽസ്പിതം കർമ്മ വിഗർഹയന്തി നാദാശിശൂനാം നിധനം സുതാനം നിശമ്യ ഘോരം പരിതപ്യുമാന തദാരുദദ്ബാഷ്പകലാകുലാക്ഷി ത്വം സാന്തയന്നാഹ കിരീടമാലി തദാ ശുജസ്തേ പ്രമൃജാമി ഭദ്രേ യദ്ബ്രഹ്മബന്ധോശിര ആദദായിന ഖണ്ഡീവ മുക്തൈർവിശിഖൈ ദുരാപരേ ത്വാക്രമ്യ യത് സ്നാസ്യസി തദ് ദഗ്ധപുത്ര ഇതി പ്രിയം വൽഗു വിചിത്രകൽപൈ അച്യുതമിത്രസൂത അന്വാദ്രവദ്ദംശിത ഉഗ്രധന്വാ കപിധ്വജോ ഗുരുപുത്രം രഥേന തമാപതന്തം സവിലക്ഷ്യ ദൂരാത് കുമാരഹോ ദിഗ്നമനാരഥേന പരാദ്രവത് പ്രാണപരീപ്സുരദ്ഭ്യാം യാവദ്ഗമം രുദ്രഭയാദ് യഥാർഘ. സൂതൻ പറഞ്ഞു, ആത്മാരാമൻ മുനിമാർക്കും ഭക്തി അഹൈതുകി ഉരുക്രമൻ ഭൂതഗണം ഹരിക്കുന്നവനാകയാൽ ഹരി ദിവ്യഗുണാകൃഷ്ടൻ നിത്യം വിഷ്ണുജനപ്രിയൻ പഠിച്ചാനീ മഹാഖ്യാനം ഭഗവാൻ ശുഗമാമുനി. പരീക്ഷിത് രാജർഷിയുടെ ജന്മം കർമ്മം വിലായണം പാണ്ഡവപ്രസ്ഥയും ചൊൽവേൻ കൃഷ്ണകഥോദയം. യുദ്ധത്തിനാൽ കൗരവ പാണ്ഡവാദി വീരാഗ്രരൊട്ടേറെ മരിച്ചു വീണു. മൃഗോദരൻ ചെയ്ത ഗദാപ്രയോഗാൽ ദുര്യോധനൻ ഭഗ്നമായി സുഷുപ്ത കൃഷ്ണാസുതൻകളങ്ങൾ ദുര്യോധന സ്വാമിപദത്തിൽ വച്ചു കാണിക്കയായി ദ്രൗണി കിടച്ചതെന്നാൽ ജുഗുപ്സിതോ ഭേദ വിഗർഹണങ്ങൾ. മക്കൾക്കകപ്പെട്ട ദുരന്ത വാർത്ത കേട്ടുള്ളിലാകെ പരിതാപവായ്പാൽ കരഞ്ഞ ബാഷ്പാകുല കൃഷ്ണയിൽ സാന്ത്വനങ്ങൾ വർഷിച്ചു കിരീടമാലി. ഗാണ്ഡീവമെത്തിക്കുമുടൻ
ദ്വിജാധമോ ഉത്തമാംഗം ഇങ്ങായതിൽ ആസനസ്ഥനായി മക്കൾക്കു ശേഷക്രിയ ചെയ്ക നീ ശുഭേ. പിന്നെ തുടയ്ക്കാം ചുടുകണ്ണുനീരിവൻ ഗാന്ധീവമെത്തിക്കുമുടൻ ദ്വിജാധമോത്തമാംഗമിങ്ങാതിൽ ആസനസ്ഥയായി മക്കൾക്കു ശേഷക്രിയ ചെയ്ക നീ ശുഭേ. പിന്നെ തുടയ്ക്കാം ചുടുകണ്ണുനീരിവൻ വിചിത്രകാന്തോക്തികളാൽ സഖിക്കാശ്വാസം പകർന്നച്യുതമിത്രസൂതൻ കവിധ്വജൻ തൻ ഗുരുപുത്രനെ പിന്തുടർന്നു തേരിൽ കവചായുധാഗ്രൻ. പിന്നാലെ എത്തും വിന കണ്ടു തേരിൽ ഉദ്വിഗ്നനായി പാഞ്ഞിതു ബാലഘാതി ബ്രഹ്മാവു നൂനം ശിവനെ ഭയന്നു ജീവേച്ഛയാൽ പാഞ്ഞതുപോൽ ജഗത്തിൽ. ഹിമയുള്ള ശ്രീശുകരുടെ മനസ്സ് ഹരിയുടെ ഗുണങ്ങളിൽ അത്യധികം താല്പര്യമുള്ളവനാണ്. പക്ഷെ വിഷ്ണുഭക്തിയിലും അതേ പ്രേമുണ്ട് എന്നുണ്ടെങ്കിലും അതിനെ ഗാനം ചെയ്ത് വൈഷ്ണവരെ ആനന്ദിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിനും ആ ആനന്ദം, താൻ അനുഭവിക്കുന്ന ആത്മാനന്ദം എല്ലാവരെയും അനുഭവിപ്പിക്കണം എന്നുള്ള കാരുണ്യത്തോട് കൂടിയിട്ട് ആ ഭക്തജനങ്ങളോട് കൂടിയിട്ട് ചേരാനായിട്ട് ചേരാൻ വേണ്ടിയിട്ട് ചേർന്ന് അവരെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം പഠിച്ചത്. എന്തിനാണ് പഠിച്ചതെന്ന് ചോദിച്ചില്ലേ, അതിനുള്ള ഉത്തരമാണത്. പിന്നെ പറയണു, ആ ശ്രീകൃഷ്ണ പ്രസ്താവത്തിന് കാരണഭൂതനായിട്ടുള്ള രാജർഷിയുടെ ആ പരീക്ഷിത് രാജർഷിയുടെ ഉൽപ്പത്തിയാണ് പിന്നെ പറയണത്. ഉൽപ്പത്തി, ആ പ്രവൃത്തി, മോക്ഷപ്രാപ്തി, ഇതിനെയൊക്കെ കുറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാം. ആ പാണ്ഡവന്മാരും കൗരവന്മാരും കൂടിയിട്ട് യുദ്ധം ചെയ്തു. ആ യുദ്ധം ചെയ്തിട്ട് അവർ ധാരാളം പേര് കൗരവന്മാരൊക്കെ വീരസ്വർഗത്തെ പ്രാപിച്ചു. ഭീമസേനൻ പ്രയോഗിച്ചിട്ടുള്ള ഗദാപ്രയോഗം കൊണ്ട് തൊടയിൽ അടിയേറ്റിട്ട് ദുര്യോധനൻ്റെ തൊടയൊക്കെ പൊളിഞ്ഞു പോയി. ദുര്യോധനൻ മരണാസന്നനായിട്ട് കിടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ദ്രോണരുടെ പുത്രൻ ചെന്നിട്ട് അശ്വത്ഥാമാവ് ചെന്നിട്ട് എന്ത് ചെയ്തു, ദുര്യോധന സന്തോഷമാവുമെന്ന് വിചാരിച്ചിട്ട് ആ അശ്വത്ഥാമാവ് പാണ്ഡവന്മാരാണെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ചെന്ന് ശിരസ്സൊക്കെ ഛേദിച്ചത്. പാണ്ഡവന്മാരെ ആയിരുന്നില്ല, അവരുടെ മക്കൾ, ഉറങ്ങിക്കിടക്കുന്ന മക്കളെയാണ്, അവരുടെ കഴുത്താണ് ഇതായത്. അപ്പോൾ ആ ശിരസ്സൊക്കെ കൊണ്ടുവന്നിട്ട് ദുര്യോധനെ കാഴ്ച വച്ചിട്ട് പറഞ്ഞു സന്തോഷമായിട്ട് മരിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ദുര്യോധനന് അത് ഇഷ്ടമായില്ല. കാരണം എന്താ വെച്ചാൽ അത് ഒരു നിന്ദിക്കപ്പെടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉറങ്ങുന്നവരെയൊന്നും അങ്ങനെ ആയുധം കൊണ്ട് വധിക്കാനൊന്നും പാടില്ല. അതുകൊണ്ട് ഏറ്റവും സജ്ജനങ്ങളെ ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിനത് ഇഷ്ടമായില്ല. അപ്പം അങ്ങനെ തൻ്റെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെയൊക്കെ വധിച്ചു എന്ന് കേട്ടപ്പോൾ പാഞ്ചാലി ഉറക്കെ കരഞ്ഞു. ആ കരയണ കണ്ടപ്പോൾ പാഞ്ചാലി അർജുനൻ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ആരാണോ ഈ വലിയ മഹാപാപം ചെയ്തത് അവരുടെ തല ഞാനിതാ എൻ്റെ ഗാണ്ഡീവം കൊണ്ട് മുറിച്ചെടുത്തിട്ട് ആ തല ഞാൻ കൊണ്ടുവന്ന് വരാം. ആ തലയിൽ ആ ശിരസിലിരുന്നിട്ട് എൻ്റെ അവർക്ക് ആ കുട്ടികൾക്ക് ശേഷക്രിയൊക്കെ ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ കണ്ണുനീര് തുടയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് അങ്ങനെ ആ പാഞ്ചാലിയെ സമാശ്വസിപ്പിച്ചു. അങ്ങനെ വാക്കുകളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന് ശേഷം ശ്രീകൃഷ്ണനോട് കൂടിയിട്ട് അർജുനൻ ഗാണ്ഡീവം എന്ന് വെല്ലെടുത്തിട്ട് അശ്വത്ഥാമാവിനെ എതിരിടാനായിട്ട് പോയി. അപ്പോൾ ശ്രീകൃഷ്ണനും ആണ് ആ തേരോടിക്കുന്നത്. ആരാ? ശ്രീകൃഷ്ണനാണ് സാരഥിയായിട്ട്. പിന്നെ ഹനുമാൻ കൊടിയടയാളായിട്ട് ഈ ഒരു രഥത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ അശ്വത്ഥാമാവിന് അർജുനനെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തേരിലിരുന്നിട്ട് പാഞ്ഞു വരുന്ന അർജുനനെ കണ്ടപ്പോൾ തൻ്റെ ഭയപ്പെട്ടുകൊണ്ട് താൻ ചെയ്ത പ്രവൃത്തിയോട് പകരം ചോദിക്കാൻ വരികയാണെന്ന് മനസ്സിലായിട്ട് ഭയപ്പെട്ടുകൊണ്ട് പ്രാണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്
ഭൂമി എവിടെ എങ്ങനെയാണോ ഓടാൻ തുടങ്ങി, എവിടെയാ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശക്തിയോട് കൂടിയിട്ട് ഓടാൻ തുടങ്ങി എന്ന് പറയാം. യഥാ ശരണമാത്മാനമൈക്ഷതശ്രാന്തവാചിനം അസ്ത്രം ബ്രഹ്മശിരോമേന ആത്മത്രാണം ദ്വിജാത്മജ അധോപസ്പശ്യ സലിലം സന്ദധേ തൽസമാഹിത അജനാനു ഉപസംഹാരം പ്രാണകൃശ്ച ഉപസ്ഥിതേ തഥാ പ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം സർവതോ ദിശം പ്രാണപദം അഭിപ്രേക്ഷ്യ വിഷ്ണും ജിഷ്ണുരുവാചഃ. തളർന്നിതൻ കുതിരകൾ പോക്കറ്റവനെനിക്ക് നീ ബ്രഹ്മാസ്ത്രമേ രക്ഷയെന്നു വിചാരിച്ചു ദ്വിജാത്മജൻ. ഉടൻ ബ്രഹ്മാസ്ത്രസന്ധാനം ചെയ്കയായി ആചമിച്ചവൻ അറിയില്ല ഉപസംഹാരം. എങ്കിലും പ്രാണഭീതിയാൽ ബ്രഹ്മാസ്ത്ര തേജസ് പ്രസരം പ്രചണ്ഡം സർവതോദിശം പ്രാണൻ കളയുമെന്നോർത്തു വിളിച്ചു ജിഷ്ണു വിഷ്ണുവേ. അപ്പോൾ എന്ത് ചെയ്തു? ആ കുതിരപ്പുറത്ത് ഓടിപ്പോവുകയാണ് ചെയ്തത്. കുതിര തേര് തെളിച്ചുകൊണ്ട് സ്പീഡിൽ പോവുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ കുതിരകൾക്കൊക്കെ തളർച്ചയുണ്ടായെന്ന് മനസ്സിലായപ്പോൾ ഇനി തന്നെ രക്ഷിക്കാനായിട്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മന്ത്രം ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മാസ്ത്രത്തെ വിട്ടു. ബ്രഹ്മാസ്ത്രത്തെ വിടാൻ മാത്രമേ ദ്രോണർക്ക് ഈ അശ്വത്ഥാമാവിന് ദ്രോണർ പഠിപ്പിച്ചിട്ടുള്ളൂ, ഉപസംഹരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഉപസംഹരിക്കാൻ അറിയില്ല. അങ്ങനെയുള്ള അതിനെ തൊടുത്തു വിട്ടു. അപ്പോൾ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചതും സഹിക്കാൻ കഴിയാത്തതായിട്ടുള്ള ആ ഉഗ്രമായതുമായിട്ടുള്ള ചൂടും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ട് തൻ്റെ പ്രാണനെ നശിപ്പിക്കാൻ വരുന്ന തേജസ്സിനെ കണ്ടപ്പോൾ അർജുനൻ ആരെ ആശ്രയിച്ചു? ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചു. അർജുന ഉവാച കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേ ത്വമാദ്യ പുരുഷൻ സാക്ഷാദീശ്വര പ്രകൃതേ പര മായാം വിദ്യുസ്യ ചിക്ഷക്സ്യ കേവലേ സ്ഥിത ആത്മനി സ ഏവ ജീവലോകസ്യേ മായാമോഹിതചേതസ വിദസ്തേ സേന വീര്യേണ ശ്രേയോ ധർമാദിലക്ഷണം തഥായം ചാവതാരസ്തേ ഭുവോ ഭാരജിഹീർഷയാ സ്വാനാം അനന്യഭാവാനാം അനുധ്യായനായ ചാസകൃത് കിമിതം കുതോ വേദി ദേവദേവാന വേദ്മ്യഹം സർവതോന്മുഖായാദി തേജ പരമദാരുണം. അപ്പോൾ അർജുനൻ എന്നിട്ട് ഇത് വരണപ്പോൾ അർജുനൻ ഉറക്കെ ആ ശ്രീകൃഷ്ണനെ ആശ്രയിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ മഹാഭാഗോ ഭക്തന്മാർക്ക് അഭയങ്കര സംസാരാഗ്നിയിൽ വേവുമ്പോൾ അങ്ങേകൻ ദുഃഖനാശനൻ പ്രകൃത്യാതീതാൻ ആദ്യൻ നീ സാക്ഷാൽ പുരുഷൻ ഈശ്വരൻ ചിച്ഛന്തിയാൽ മായ മാറ്റി വാഴുന്നു കേവലാത്മനി മായാമോഹിതമാ ജീവൻ ലോകത്തിനു ഭവൻ സ്വയം ശ്രേയോ വീര്യം തന്നരുളിയിടുന്നു ധർമാദി ലക്ഷണം തവാവതാരം ഭൂപാരം ഹരിക്കാനാകിലും ശരി സ്വകീയാനന്യ ഭാവർക്കു ധ്യാനിക്കാനും പ്രയുക്തമായി സർവതോന്മുഖമാം തേജസ്സിതാം പരമദാരുണം അറിവിയിലെവിടൊന്നാണീതെന്നും ദേവദേവമേ.
അപ്പോൾ ആ ഒരു തേജസ് വരണ കണ്ടപ്പോൾ ഉറക്കെ വിളിച്ചു, ആ ഭഗവാനെ എല്ലാ ഭക്താനാം അഭയംകര, ഭക്തന്മാർക്കൊക്കെ അഭയം നൽകുന്നവനെ, സംസാര ദുഃഖ നിമിത്തം ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റിയിട്ട് അവനെ രക്ഷിക്കുന്നവനല്ലേ അങ്ങ്, ഏകനല്ലാണ്ട് മറ്റാരും ഒരാശ്രയമില്ല. അതുകൊണ്ട് അങ്ങേക്ക് ഈ തേജസ് നിമിത്തമുള്ള താപത്തെ തീർത്തു തരാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ ആരെയും ആശ്രയിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങ് പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കാനാണെങ്കിലും എല്ലാറ്റിലും അധികാരണഭൂതനായിട്ടുള്ള പുരുഷനായതുകൊണ്ട് അങ്ങ് പ്രത്യക്ഷത്തിലും ഈശ്വരനാകണു. അപ്പോൾ അങ്ങയുടെ ആ ജ്ഞാനശക്തി കൊണ്ട് ആ മായയൊക്കെ തള്ളിക്കളഞ്ഞിരിക്കണ കൊണ്ട് സർവകാരണനായിരിക്കും എന്നതിനെ കൊണ്ട് ഇതൊന്നും അങ്ങേക്ക് വികാരാദി ദോഷങ്ങളൊന്നും അങ്ങേ ബാധിക്കില്ല, അങ്ങ് നിർവികാരനാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മാവിനെ തന്നെ ഞങ്ങളുടെയൊക്കെ ആത്മാവായിട്ടിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങ് മായാമോഹിതന്മാരായി ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ അങ്ങയെ ഉപാസിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആഗ്രഹിച്ച ആ പുരുഷാർത്ഥങ്ങളെ നൽകുന്ന അവിടുന്ന് ഈ ധർമാദി ദോഷങ്ങളെയൊക്കെ ആഗ്രഹിച്ചിട്ട് ഉപാസിക്കുന്നത് മായാമോഹത്തിൻ്റെ ലക്ഷണമാണെന്നാണ് പറയണത്. എന്നാലും നമ്മളുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈശ്വരനെ ഉപാസിക്കുമ്പോഴും ഈശ്വരൻ അനുഗ്രഹിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ ഓരോ ഈ അവതാരവും ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്ന ദുർജനങ്ങളെയൊക്കെ സംഹരിച്ചിട്ട് സാധുക്കളെയൊക്കെ രക്ഷിക്കാനാണ് എന്നൊക്കെ അറിവുള്ളവരൊക്കെ പറയണു. അപ്പോൾ അവർക്കൊക്കെ ഏകാന്ത ഭക്തന്മാർക്കും ജ്ഞാനികൾക്കൊക്കെ എപ്പോഴും ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് പരമമായിട്ടുള്ള ഓരോരോ ലീലകൾ ആടണതും ദിവ്യമായിട്ടുള്ള രൂപങ്ങൾ സ്വീകരിക്കുന്നതെന്നൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് ആ ദേവന്മാർക്കും ദേവനായിട്ടുള്ള ഭഗവാനെ എങ്ങും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷ്ണു വൈഷ്ണവ തേജസ്സോട് കൂടിയിട്ടുള്ള ആ ശ്രീകൃഷ്ണ പരമാത്മാവാണല്ലോ. അപ്പോൾ പറയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ എവിടുന്നാണ് ഈ തേജസ് വരുന്നത്, എനിക്കിത് മനസ്സിലാവണില്ല, അങ്ങ് എന്നെ രക്ഷിക്കണം എന്ന് ഇവിടെ പ്രാർത്ഥിക്കണു. ശ്രീ ഭഗവാനുവാച വേദേദം ദ്രോണപുത്രസ്യ ബ്രഹ്മാസ്ത്രം പ്രദർശിതം നൈവാസോ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിത നഹ്യസ്യന്യതമം ഗഞ്ജിതസ്ത്രം പ്രത്യവകർഷണം ജഹ്യസ്ത്രതേജ ഉന്നതമസ്ത്രതേജോ ഹ്യസ്ത്രതേജസ. അപ്പോൾ ആ ഭഗവാൻ പറയാണ്, ചോദിച്ചപ്പോൾ അർജുനൻ്റെ വാക്കുകളായിട്ട് ഭഗവാൻ പറയുന്നു, ധരിക്കുകത് ബ്രഹ്മാസ്ത്രം ദ്രോണപുത്ര പ്രദർശിതം പ്രാണഭീതനായി വന്നാൻ അവൻ പ്രാണഭീതൻ ആവില്ല ഇതിനെ പിൻവലിക്കുവാൻ. മറ്റൊരസ്ത്രവുമില്ലല്ലോ ബ്രഹ്മാസ്ത്രം പിന്തിരിക്കുവാൻ. അസ്ത്രത്തിന് അസ്ത്രം തൊടുത്ത് അസ്ത്രത്തെ നീ സംഹരിക്കുക. അപ്പോൾ പറഞ്ഞു, ഇത് ബ്രഹ്മാസ്ത്രമാണ്, അതിൻ്റെ തേജസ്സാണ് കാണുന്നത്. ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ അശുദ്ധമാവാണ് അയച്ചത്. പക്ഷെ ഇതിനെ സംഹരിക്കാനൊന്നും അശുദ്ധമാവിന് അറിയില്ല. ഇത് ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ സംഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ബ്രഹ്മാസ്ത്രത്തെ അയക്കുക നീ തിരിച്ച്, എന്നിട്ട് രണ്ടിനെയും കൂടി ഒരുമിച്ച് ഉപസംഹരിക്കുക, അതേ രക്ഷയുള്ളൂ, അല്ലാണ്ട് പറ്റില്ല എന്ന് ഭഗവാൻ പറയുക. സൂത ഉവാച ശ്രുത്വാ ഭഗവതാ പ്രോക്തം ഫാൽഗുനാ പരവീരഃ സ്പൃഷ്ടാപസ്തം പരിക്രമ്യ ബ്രഹ്മം ബ്രഹ്മായ സന്ധതേ സംഹൃത്യോന്യമുഭയസ്തേജസീശരസംവൃതേ ആവൃതാരോദസീഘംശ്ച വവൃധാദേ അർക്കവന്യവത് ദുഷ്ടാസ്ത്രതേജസ്തു ത്രയോ സ്ത്രീം ലോകൻ പ്രദഹന്മഹത് ദഹ്യമാനാ പ്രജാ സർവാൻ സംവർത്തക മമംസത പ്രജോപപ്ലവമാലക്ഷ്യ ലോകവ്യതികരം ചരം മതം ച വാസുദേവസ്യ സജ്ജഹാരാർജുനോദ്വയം
തത ആസാദ്യതരസാദാരുണം ഗൗതമീസുതം ബബന്ധാമർഷതാമക്ഷതാമ്രാക്ഷ പശും അശനയായഥാ ശിബിരായാനിനീഷന്തം ധാംനാ ബന്ധ്വാരിപും ബലാത് പ്രാഹുർജുനം പ്രകുപിതോ ഭഗവാനം പൂജക്ഷണം. ഭഗവൻ മൊഴി കേട്ടാചമിച്ചാൻ ജിഷ്ണു അരിന്തമൻ ഭഗവാനെ വലം വച്ചൻ തൊടുത്തൻ ബ്രഹ്മസായകം മഞ്ഞൊഞ്ഞ മേൽക്കും ബ്രഹ്മാസ്ത്ര തേജസ്സിൽ ഭൂഭുവം സുവും മുങ്ങിപ്പോയി പ്രളയാഗ്നിയർക്കദ്യുതി സ്തുതിയിലെന്ന പോൽ മൂന്നു ലോകത്തെയും നീറ്റും വസ്ത്രപ്രഭ പരക്കവേ സംവർത്തനം വന്നുവെന്നോർത്തു നാശോന്മുഖജനാവലി പ്രജാദ്രോഹം ലോകനാശം വാസുദേവന്റെ ഇച്ഛയും അറിഞ്ഞു രണ്ടിനും ചെയ്താനുപസംഹാരം അർജുനൻ. പിന്നീട് അമർഷതാമ്രാക്ഷൻ ഭീഷണദ്രോണിയക്ഷണാൽ പിടിച്ചുകെട്ടി കയറാൽ പശുവെ കെട്ടിടുംപടി രജ്ജുബന്ധരാദിയെ കൂടാരമെത്തിക്കും അർജുനൻ കേട്ടു കോപിച്ചു പറവൂ ഭഗവാൻ അംബുജക്ഷണൻ. അവിടെ നിന്ന് പറഞ്ഞു, ആ ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ പറഞ്ഞു അത് ബ്രഹ്മാസ്ത്രമാണെന്ന് കേട്ടപ്പോൾ ആ വാക്കുകൾ കേട്ടു. ബ്രഹ്മാസ്ത്രമാണെന്ന് കേട്ടപ്പോൾ എന്ത് ചെയ്തു, ആ വേഗം തന്നെ സംഹരിക്കുന്നതിന് വേണ്ടി അർജുനൻ ജലമെടുത്ത് ആചമിച്ചിട്ട് ആ കൃഷ്ണനെ പ്രദക്ഷിണം വച്ചിട്ട് ബ്രഹ്മാസ്ത്രത്തിൻ്റെ നേർക്ക് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചു. അങ്ങനെ ആ രണ്ട് ബ്രഹ്മാസ്ത്രവും ചേർന്നിട്ട് ഒരുമിച്ച് ചേർന്ന് സർവപ്രപഞ്ചവും അങ്ങോട്ട് അന്തരീക്ഷം മുഴുവൻ അങ്ങോട്ട് വ്യാപിച്ച് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ പ്രളയകാലത്തെ പോലെ ഒരു തരം ആദിശേഷൻ്റെ മുഖത്തിൽ നിന്ന് പൊങ്ങുന്ന തീയ് പോലെയൊക്കെ അങ്ങനെ ഉഗ്രകാന്തിയോട് കൂടിയിട്ട് ഇങ്ങനെ വന്നു. ആ സമയത്ത് അശ്വത്ഥാമാവ് അർജുനനും കൂടി പ്രയോഗിച്ച രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളും കൂടി ലോകം മുഴുവനും നശിച്ചു പോവുമെന്നൊക്കെ എല്ലാവരും പേടിച്ചു പോയി. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, ആ ലോകം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ അർജുനൻ രണ്ട് അസ്ത്രങ്ങളെയും ഒരുമിച്ച് ഉപസംഹരിച്ചു. അങ്ങനെ പിന്നെ കോപം കൊണ്ട് ചുമന്ന കണ്ണുകളോട് കൂടിയിട്ട് എന്ത് ചെയ്തു, കൃപിയുടെ പുത്രനായിട്ടുള്ള ആ അശ്വത്ഥാമാവിനെ, ദ്രോണരുടെയും കൃപിയുടെയും പുത്രനായിട്ടുള്ള ആ അശ്വത്ഥാമാവിനെ യാഗത്തിൽ പശുവിനെ കയറുകൊണ്ട് കെട്ടി വലിക്കണ പോലെ കെട്ടിയിട്ടുകൊണ്ട് കെട്ടിയിട്ടു. പിന്നെ ആ കയറുകൊണ്ട് കെട്ടിയിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുപോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഭഗവാൻ എന്ത് ചെയ്തു, ആ കോപഭാവത്തെ അഭിനയിച്ചുകൊണ്ട്, കോപമൊന്നുമില്ല ഭഗവാന്, പക്ഷെ ഭഗവാൻ കോപത്തോട് കൂടിയിട്ട് എന്നുള്ള ഭാവം അഭിനയിച്ചുകൊണ്ട് പറയുകയാണ്, ഈ അർജുനനോട് പറയണു, ഈ ശ്രീകൃഷ്ണൻ പറയുന്ന ഭാഗങ്ങൾ. ഇനിയിപ്പോൾ അതാണ് വായിക്കേണ്ടത്, 35-ാമത്തെ ശ്ലോകം. മൈനം പാർത്ഥാർഹസി ത്രാസും ബ്രഹ്മബന്ധുമിമം ജഹി യോസാവനാഗന്ധ ഒന്നുകൂടെ വായിക്കാം. മൈനം പാർത്ഥ അർഹദിത്താതും ബ്രഹ്മബന്ധുമിമം ജഹി സ്വസാവനാഗസാസുപ്താൻ അവധിന്നിശിബാലകൻ മത്തപ്രമത്തമുന്മത്തം സുപ്തം ബാലം ശ്രിയം ജഡം പ്രപന്നം വിരഥം വീതം നാരിപും ഹന്തി ധർമ്മവിദ് സ്വപ്രാണാന്യ പരപ്രാണൈ പുഷ്ണാദ്യാഘൃണ പുത്ര പുഷ്ണാത്യ. ഹരേ കൃഷ്ണ. ഒന്നുകൂടെ വായിക്കാം കേട്ടോ.
നാരായണ നാരായണ നമ്മുടെ വായിക്കാം. മൈനം പാർത്ഥാർഹസീത്രാതും ബ്രഹ്മബന്ധുമിമഞ്ജഹി യോസാവനാഗസാ സുപ്താനവധീന്നിശിബാലകൻ മത്തം പ്രമത്തമുന്മത്തം സുപ്തം ബാലം ത്രയം ശ്രിയം ജഡം പ്രപന്നം വീരതംബീതം നരിപും ഹന്തി ധർമ്മവിത്ത് സുപ്രാണന്യ പരപ്രാണൈ പ്രപുഷ്ണാത് ഘൃണഘല ഒന്നുകൂടി വായിക്കാം. മൈനം പാത്താർഹതീത്രാതും ബ്രഹ്മബന്ധുമിമം ജഹി യോസാവനാഗസാവസുപ്തം അവധീന്നിശിബാലകൻ മത്തം പ്രമത്തമുന്മത്തം സുപ്തം ബാലം ശ്രിയം ജഡം പ്രപന്നം വീരതംബീതം നരിപും ഹന്തി ധർമ്മവിദ് സുപ്രാണൻ യപരപ്രാണൈ പ്രപുഷ്ണാത്യാഘൃണഖലാ തദ്വദസ്തസ്യ ഹി ശ്രേയാ യദ്ദോഷാൻ യാത്യഥ പുമാൻ പ്രതിശ്രുതം ജപവദാ പാഞ്ചാല്യൈ ശൃണ്വതോ മമ ആഹരിഷ്യേ ശിരസ്തസ്യ യസ്തേ മാനിനി പുത്രഃ തദസൗ വധ്യതാം പാപ ആദദായ്യാത്മബന്ധുഃ ഭക്തുശ്ച വിപ്രയം വീരാ ഗതവൻ കുലപാംസന ഏവം പരീക്ഷിതാ ധർമ്മം പാർത്ഥ കൃഷ്ണേന ചോദിത നൈച്ഛന്തതും ഗുരുസുതം യദ്യപ്യാത്മഹനം ആത്മഹനം മഹാൻ രക്ഷിക്കാകി ബ്രാഹ്മണാധമനെ കൊല്ലുക പാർത്ഥ നീ രാവുറങ്ങുമാ ഒന്നുകൂടെ വായിക്കട്ടെ. ശ്രീ ഭഗവാൻ പറഞ്ഞു രക്ഷിക്കാകി ബ്രാഹ്മണാധമനെ കൊല്ലുക പാർത്ഥ നീ രാവുറങ്ങുന്നവനാകസ്വീ ബാലന്മാരെ കൊന്നതാണിവൻ മത്തൻ പ്രമത്തനുന്മത്തൻ സുപ്തൻ സ്ത്രീ ബാലകഞ്ചടൻ പ്രപന്നൻ വീരതൻ ഭീതൻ അവദ്യൻ ശത്രുവാകിലും ശ്രേയസത്രേ കൊന്നു കൊഴുക്കുന്നവൻ നേരിടും വധം അധികം താഴോട്ടു പോം അല്ലെങ്കിലാഖലൻ നിർഘൃണൻ പാഞ്ചാലിയോടു നീ ചെയ്ത സത്യം കേട്ടവനാണ് ഞാൻ ഇങ്ങെത്തും നിൻ മക്കളെ കൊന്നവൻ്റെ തലമാനിനി ഈ മഹാപാപിയാം ബാലഹന്താവിനെ വധിക്ക നീ സ്വാമിക്ക് പോലും അഹിതം ചെയ്താ നീ കുലദൂഷകൻ. അപ്പോൾ ആ ദേഷ്യത്തിനെ അഭിനയിച്ചുകൊണ്ട് അങ്ങനെയാണ് പറയണത്. അതാ ഭഗവാൻ പറയണ
അർജുന, യാതൊരു കുറ്റവും ചെയ്യാത്ത കുട്ടികൾ രാത്രി കിടന്ന് ഉറങ്ങില്ലായിരുന്നു, അവരെ കരുണയില്ലാണ്ട് കൊന്ന ഈ ബ്രാഹ്മണാധമനെ വധിക്കുക തന്നെയാണ് വേണ്ടത്. ബാലന്മാരെ, ഉറങ്ങുന്നവരെ, അതുപോലെ രാത്രി സമയം, ഈ മൂന്നും ചെയ്യാൻ പാടില്ലാത്തത്. അത് മൂന്നും കൂടി ഒരുമിച്ച് ചെയ്തവനാണ് ഇവൻ. അപ്പോൾ അതുകൊണ്ട് ആ ശത്രുക്കളായാൽ പോലും കുട്ടികളെ ഒന്നും കൊല്ലാൻ ധർമ്മമല്ല. അപ്പം അതുകൊണ്ട് ഇവനെ വധിക്കുക എന്നുള്ളത് യാതൊരു തെറ്റുമില്ല, ഇവനെ വധിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് പറയാണ്. അതുപോലെ അസുഖമുള്ളവർ പല വിധത്തിൽ യുദ്ധത്തിലൊക്കെ ശ്രദ്ധിക്കാണ്ട് നിൽക്കവന് അസുഖമുള്ളത്, പല വിധത്തിൽ ഭ്രാന്തനായിട്ടുള്ള ആൾക്കാർ, ഉറങ്ങുന്നവർ, കുട്ടികൾ, സ്ത്രീകൾ, ശരണം പ്രാപിച്ചവർ, അങ്ങനെയുള്ളവരൊന്നും വധിക്കാനേ പാടില്ല. അപ്പോൾ ആ വാഹനമില്ലാണ്ട് നിൽക്കുന്നവർ, പേടിച്ച ആൾ, അതൊന്നും അവരൊന്നും വധിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നിയമം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കൊന്നവൻ ധർമ്മിഷ്ഠനല്ല. അപ്പോൾ അവനെന്തായാലും വധിക്കുക തന്നെയാണ് വേണ്ടത്, അവനത് അർഹനാണ്. പിന്നെ ആരാണോ യാതൊരു കാരണമില്ലാണ്ട് അന്യരെ കൊന്നുകൊണ്ട് ഇങ്ങനെ സന്തോഷിക്കണില്ലേ, ഇവനെയൊക്കെ വച്ചുകൊണ്ടിരുന്നാൽ തന്നെ അത് ലോകത്തിന് ദോഷമായിട്ട് തീരും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ നമ്മൾ വധിച്ചില്ല, അവർക്ക് ശിക്ഷ നൽകില്ല എന്നുവെച്ചാൽ നമുക്ക് മരണാനന്തരം നരകം അനുഭവിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് എന്തായാലും ഇവനെ വധിക്കണം. മാത്രമല്ല, നീ പുത്രന്മാരെ കൊന്നവൻ്റെ ശിരസ് ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് പാഞ്ചാലിയോട് പറഞ്ഞത് ഞാനും കേട്ടു. അപ്പം അതുകൊണ്ട് ആ പ്രതിജ്ഞയെ പാലിക്കാനും പുത്രന്മാരെ കൊന്ന ഇവനെ കൊല്ലുക തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറയാണ്. അങ്ങനെ നീ നിൻ്റെ അവൻ്റെ സ്വാമിയായ ധൃതരാഷ്ട്രനും ദുര്യോധനും കൂടെ അവനും ഇവനെയും കൂടി വധിച്ചോളൂ എന്ന് പറയണു. സൂത ഉവാച ഏവം പരീക്ഷിതോ ധർമ്മം പാർത്ഥ കൃഷ്ണേന ചോദിത നൈച്ഛന്തതും ഗുരുസൂതം യദ്യപ്യാത്മാനഹം മഹാൻ അധോപേത്യ സ്വശിബിരം ഗോവിന്ദ പ്രിയസാരഥി ന്യവേദയത്വം പ്രിയായൈ ശോചന്ത്യാത്മജാൻഹതാൻ യഥാഹൃതം പശുവത് പാശബന്ധ അവാങ്മുഖം കർമ്മ ജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണാപകൃതം ഗുരോസുതം വാമസ്വഭാവാ കൃപയാനനാമ ച ഉവാച സംഹന്ത്യ സ ബന്ധനായനം സതി ഉച്യതാമേഷാം ബ്രാഹ്മണോ നിതരം ഗുരു സർഹസ്യോ ധനുർവേദ സവിസർഗോപസംയമ അസ്ത്രഗ്രാമശ്ച ഭവതാ ശിക്ഷിതോ യദനുഗ്രഹാത് സ ഏഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ തസ്യാത്മനോർത്ഥം പത്ന്യാസ്തേ നന്വാഗാത് വീരസൂകൃപി തദ്ധർമ്മജ്ഞ മഹാഭാഗ ഭഗവദ്ഭിർഗൗരവം കുലം വൃജിനം നാർഹതി പ്രാപ്തും പൂജ്യം വന്ദ്യം അഭീഷ്ണശ മാരോദീതസ്യ ജനനി ഗൗതമീ പരിദേവത തദാഹം മുദവത്സാർത്ഥ രോദിം അശ്രുമുഖീമുഹു യൈകോപിതം ബ്രഹ്മകുലം രാജന്യൈകതരാത്മഭി യത്കുലം പ്രദഹത്യാശു സാനുബന്ധം ശുചാർപ്പിതം. ഇങ്ങനെ 38ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പാരായണം ചെയ്തത്.
അപ്പോൾ ഈ 38-ാമത്തെ ശ്ലോകം വരെ പാരായണം ചെയ്തു. ഈ ശ്ലോകത്തിൽ പറയണത് ഗുരുവിൻ്റെ അശ്വത്ഥാമാവിനെ, ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാമാവിനെ ഒന്നുകൂടെ പറയട്ടെ. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകളെ കേട്ടിട്ട് ആ അശ്വത്ഥാമാവിനെ വധിക്കണം എന്നുള്ള വാക്കുകൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറയണു. അങ്ങനെ 38-ാമത്തെ ശ്ലോകം. അപ്പോൾ ആ 38-ാമത്തെ ശ്ലോകം 39-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ 39-ാമത്തെ ശ്ലോകം എന്നൂടെ പറയാം. 39-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ അവിടെ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇനി ബാക്കി ഭാഗങ്ങൾ കുറച്ചും കൂടി ഉണ്ട് വായിക്കാനായിട്ട്. അത് അടുത്ത ദിവസം, കാരണം ഇത് ഇനി 58 ശ്ലോകം വരെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ശ്ലോകങ്ങൾ അടുത്ത ദിവസം പാരായണം ചെയ്തിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രാർത്ഥന ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഭാഗവതം ഇവിടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ എല്ലാം സമർപ്പിക്കുന്നു. അക്ഷരത്തെറ്റുകളും മനസ്സ് പല വഴിക്ക് ചിന്തകൾ പോയിട്ടുണ്ടെങ്കിലും അക്ഷരത്തെറ്റുകൾ പോയിട്ടുണ്ടെങ്കിലും എല്ലാം ഭഗവാനെ പൊറുക്കണേ, വേണ്ടതുപോലെ ആക്കി തീർക്കണേ. ഈ ഒരു തവണയെങ്കിലും ഭഗവാന്റെ മുമ്പിൽ ഇത് സമർപ്പിച്ച് കഴിയുമ്പോൾ ഈ സമർപ്പണം കൊണ്ട് ആ മനസ്സിൻ്റെ മനോമാലിന്യങ്ങളൊക്കെ നീങ്ങിയിട്ട് ഈശ്വരനാമം ജപിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. ജയ് ജയ് ശ്രീ രാധേശ്യാം.